ഉൾപ്പെടുന്ന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന രജിസ്ട്രേഷൻ ഉൾപ്പെടെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചതിന് ശേഷം കോഴിക്കോട് ജില്ലയിലേക്ക് ആദ്യമായി കടന്നു വരുന്ന എന്നാണ്. ആദ്യമായി ജില്ലയിലേക്ക് കടന്നു വരുന്ന ദിവസം തന്നെ ഇതുപോലെ അതിഗംഭീരമായ ഒരു സ്വീകരണം ഒരുക്കി ഈ ജില്ലയിലേക്ക് വരവേറ്റ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയോടുള്ള സ്നേഹവും ബഹുമാനവും ആദ്യമേ തന്നെ പങ്കുവയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. വളരെ സന്തോഷവും അഭിമാനവും നിറഞ്ഞ നിമിഷമാണ്. കാരണം യൂത്ത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ മന്ത്രിസഭയിൽ പ്രവർത്തിക്കാൻ ഒരു അവസരം ലഭിച്ചു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ പന്തളം സുധാകരനാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ മന്ത്രിസഭയിൽ പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം കടന്നു വന്ന എല്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരും MLA-മാരും MP-മാരൊക്കെ എല്ലാം ആയിട്ടുണ്ടെങ്കിൽ കൂടി വീണ്ടും മന്ത്രിസഭയിലേക്ക് ഒരു അവസരം ഉണ്ടായത് ആദ്യമായിട്ടാണ്. അത് എനിക്ക് ലഭിച്ച അംഗീകാരമല്ല, മറിച്ച് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തെരുവിൽ പോരാടിയ, മാർച്ചുകൾ നടത്തിയ, സമരങ്ങൾ നടത്തിയ, ലാത്തിചാർജിൽ പരിക്കേറ്റ, ഗ്രനേഡ് കൂട്ടിയപ്പോൾ പരിക്കേറ്റ, നിരവധി തവണ ഇടതുപക്ഷ യുവജന സംഘടനകളുടെ ഗുണ്ട ആക്രമണങ്ങൾക്ക് വിധേയമായപ്പോൾ പോലും ഈ പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുത്ത, ഇടത്തോട്ട് തിരിയുന്ന പരിവർത്തന ചക്രാങ്കിതമായ ഈ യൂത്ത് കോൺഗ്രസ് പതാക ഏന്തി തെരുവുകളിലേക്ക് ഇറങ്ങിയ നമുക്ക് എല്ലാവർക്കും ലഭിച്ച ഒരു അംഗീകാരമായിട്ടാണ് അത് നോക്കിക്കാണുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മളെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ കടന്നുപോയ ഒരു കാലമല്ല. 2016 KSU പ്രവർത്തനത്തിന്റെ സമയത്ത് നടന്ന ഒരു സമരത്തിന്റെ പരിക്കുകൾക്ക് ആ കേസും പരിക്കും, കേസ് മാത്രമേ തീർന്നുള്ളൂ, പരിക്കപ്പോഴും തീർന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് കേസുകൾ അവസാനിച്ചത്. ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ എത്രയോ വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാരും 2016 മുതൽ 26 വരെയുള്ള ഈ 10 വർഷ കാലഘട്ടത്തിനിടയിൽ ഈ സർക്കാരിനെതിരെ നടത്തിയ സമരത്തിന്റെ പേരിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു, ക്രൂരമായി ലാത്തിചാർജ് ചെയ്യപ്പെട്ടു, എത്രയോ കേസുകളിൽ പ്രതികളായി, വലിയ രീതിയിൽ ശാരീരികമായ ആക്രമണം ഏറ്റുവാങ്ങേണ്ടതായി വന്നു. അങ്ങനെ എത്രയെത്ര സമരങ്ങൾക്കും എത്രയെത്ര പോരാട്ടങ്ങൾക്കും ശേഷമാണ് അഭിമാനകരമായ ഒരു വിജയം കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും കേരളത്തിലെ മറ്റ് എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം വലിയ PR പ്രചരണം ഉൾപ്പെടെ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിൽ 3ാമതും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിൽ ഈ സർക്കാരിന്റെ ഭാഗമായി, ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായി നിന്ന്, PR പ്രവർത്തനത്തിലേക്ക് ഭാഗമായി നിന്ന് വ്യാജ സർവേകളും മറ്റുമെല്ലാം സംഘടിപ്പിച്ച് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനോടൊപ്പം, UDF-നോടൊപ്പമാണ് എന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിലേക്ക് 101 സീറ്റിന്റെ ഭൂരിപക്ഷം പിൻബലത്തോടു കൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ശ്രീ VD സതീശനെ കൊണ്ടുവന്നിരുത്തുന്ന, അദ്ദേഹത്തെ കൊണ്ടുവന്നിരുത്തിയ ഒരു റിസൾട്ട് നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ടായത് ഈ പറയപ്പെടുന്ന മുഴുവൻ മാധ്യമ പ്രചരണങ്ങൾക്കും അതുപോലെ തന്നെ CPM-ന്റെ PR പ്രചരണങ്ങൾക്കും ഗുണ്ടാ ആക്രമണങ്ങൾക്കും എല്ലാം അതിനെ കൃത്യമായ മറുപടി നൽകിക്കൊണ്ടാണ്. കേരളത്തിൽ കോൺഗ്രസും UDF-ഉം തിരിച്ചു വരുമ്പോൾ അത് ഏറ്റവും ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കാൻ പോകുന്ന ജില്ല കോഴിക്കോട് ജില്ലയായിരിക്കുമെന്ന് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു 6-8 മാസക്കാലം മുമ്പ് നമ്മൾ ഇവിടെ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി കടന്നു വന്നതിന് ശേഷം ആദ്യം ഈ DCC ഓഫീസിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാനന്ന് പറഞ്ഞു വെച്ച ഒരു വാക്ക് ഇപ്പോഴും ഓർക്കുകയാണ്. ഇവിടെ നേരത്തെ നിയാസ് ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ കോൺഗ്രസിന്റെ MLA-മാരുടെ എണ്ണം ഒരു കാലത്ത് നമുക്ക് കുറച്ചു കാലങ്ങളായി, ഏതാണ്ട് 10-20 വർഷക്കാലമായി കോൺഗ്രസിന് MLA-മാരില്ലാത്ത ഒരു ജില്ലയായി കോഴിക്കോട് ജില്ല മാറിപ്പോയിരുന്നു എന്നൊരു ക്ഷീണം നമ്മൾ എല്ലാവരും എപ്പോഴും പങ്കുവെച്ചുകൊണ്ടിരുന്നു. എന്നാൽ പ്രവർത്തകരില്ലാത്ത ജില്ലയല്ല, ഏറ്റവും ശക്തമായ നിലയായി നിൽക്കുന്ന പ്രവർത്തകരുടെ ജില്ല. അങ്ങനെ ഒരു ജില്ലയിൽ കോൺഗ്രസിന് MLA-മാരില്ല എന്ന ഒരു പ്രയാസം തന്നെ തീർത്ത് ഇന്ന് 13-ൽ 12 സീറ്റും 13-ൽ 12 സീറ്റും കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ UDF-ന്റെയും MLA-മാരെ വിജയിപ്പിച്ച് MLA-മാരില്ലാത്ത ഭാഗം UDF-നെ അന്നേക്കുമായി അവസാനിപ്പിക്കുന്ന റിസൾട്ടാണ് ഈ ജില്ലയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. അഭിമാനകരമായ ഒരു വിജയം. 102 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലേക്ക് നമ്മൾ നയിച്ചതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു ജില്ല, അത് ഇന്ന് സംസ്ഥാനത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല അത് കോഴിക്കോട് തന്നെയാണ്. നമ്മള് കോട്ടയം ജില്ല മുഴുവൻ ജയിച്ചു, പത്തനംതിട്ട ജില്ല മുഴുവൻ ജയിച്ചു, എറണാകുളം ജില്ല മുഴുവൻ ജയിച്ചു, പക്ഷെ അവിടെയൊന്നും ഇത്രത്തോളം മാത്രമല്ല. പക്ഷെ കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുകളും ജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ലക്ഷ്യം പൂർത്തീകരിച്ചതിന്റെ ചരിതാർത്ഥ്യം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. PT സൂരജ് ജയിച്ച ബാലുശ്ശേരിയിലെ സീറ്റ് അന്നത്തെ പോരാട്ടം നടത്തി വിജയിച്ചു വന്ന ഒരു സീറ്റാണ്. പ്രിയപ്പെട്ട ജയന്തേട്ടൻ ജയിച്ച സീറ്റ് 1800 വോട്ടിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ കൂടി
ആ സീറ്റിന്റെ റിസൾട്ട് എന്ന സമയത്ത് എനിക്ക് അത് ഓർമ്മയുണ്ട്. കാരണം ഞാനും ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് ജയിച്ചത്. അപ്പൊ അവസാന ഘട്ടങ്ങളിലേക്ക് ജയിക്കുന്ന സീറ്റുകൾ ഒന്ന് ജയന്തേട്ടൻ കൂടിയാണ്. പക്ഷെ കനത്ത പോരാട്ടം നടത്തി വിജയിച്ചുകൊണ്ട ഒരു സീറ്റാണ്. എത്ര നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഇറങ്ങി നിന്ന് പ്രവർത്തിച്ച് പിടിച്ചെടുത്ത ഒരു സീറ്റ്. പ്രിയപ്പെട്ട വിദ്യാബാലകൃഷ്ണൻ ജയിച്ച ഏലത്തൂർ അസംബ്ലി എത്ര വലിയ ഭൂരിപക്ഷത്തെയാണ് മറിച്ചിട്ട് തിരിച്ചും അതിന് അതുപോലെ തന്നെ വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരാൻ വേണ്ടി സാധിക്കുന്നത്. പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി KM അഭിജിത്ത് ജയിച്ച സീറ്റ് 40 വർഷക്കാലത്തിനിടയിൽ ആദ്യമായി UDF വേണ്ടി കോൺഗ്രസിന് വേണ്ടി ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു റിസൾട്ട് കൂടി ഉണ്ടായി. അതുമല്ല നമ്മളോടൊപ്പം തന്നെ ലീഗിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ച UDF മറ്റ് സ്ഥാനാർത്ഥികളും എല്ലാ സീറ്റുകളും പിടിച്ചെടുത്തുകൊണ്ട് വരുന്ന ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം നമുക്ക് വളരെ അസന്നിഗ്ധമായി തന്നെ സംസ്ഥാനത്തിനകത്ത് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് ഇടതുപക്ഷം എത്രയൊക്കെ കോട്ടയാണ് എന്ന് അഹങ്കരിച്ചാലും കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി പൊളിക്കാൻ തീരുമാനിച്ചാൽ പൊളിയാത്ത ഒരു കോട്ടയും കേരളത്തിലില്ല എന്ന് തെളിയിച്ച ഒരു റിസൾട്ട് കൂടി ഈ സംസ്ഥാനത്തിനകത്തുണ്ടായി.